ഓക്കെ മാം. അതുപോലെ തന്നെ സാബിറ ഇപ്രാവശ്യം ഇനിയിപ്പോ നമ്മൾ അടുത്തൊരു പോർഷനാണ് പഠിക്കുന്നത് കേട്ടോ. സാബിറയുടെ അറിവിലേക്ക് പറയുകയാണ്. സാബിറ കേക്കണ്ട് മാം, കേക്കണ്ട്. ഇപ്പോഴേ നമ്മള് അടുത്തൊരു ചാപ്റ്ററാ പഠിക്കുന്നത്. സേഫ്റ്റി പ്രാക്ടീസസ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് വീഡിയോസ് കണ്ടാൽ മതി, മനസ്സിലാകും. ഞാൻ ഇന്ന് മാമിനോട് വിളിച്ച് ചോദിച്ചപ്പോ റെക്കോർഡഡ് വീഡിയോ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിന്റെ എന്തോ പ്രശ്നമാണ്. വീഡിയോസ് എല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്ററിന്റെ പേര് ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തത്. നമ്മുടെ ചാപ്റ്റർ സെക്കൻഡിന്റെ പേരാണ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് കേൾക്കാത്തവരാരും കാണത്തില്ലല്ലോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ഫസ്റ്റ് എയ്ഡ് കാണും. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ചെറിയ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും കോട്ടനോ എന്തെങ്കിലും ഒരു ഓയിൻമെന്റോ ഇല്ലാത്ത വീടുകൾ കാണത്തില്ല. എപ്പോഴും പരിക്കുകൾ വരുന്നത് കുഞ്ഞുങ്ങളുള്ള വീട്ടുകളിലാണ്. അപ്പോഴും കൃത്യമായിട്ട് അത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരാളെ ഒരു കറണ്ട് അടിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവർക്ക് പിന്നെ അവരുടെ ജീവൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഞാൻ ക്ലാസ്സിൽ ലാസ്റ്റിൽ ചോദിക്കും, അതുകൊണ്ട് ഇത് ഓൺ ആക്കി വെച്ചിട്ട് ആരും ഇങ്ങോട്ടും പോകരുത്. ഓക്കെ. ഏത് ചാപ്റ്റർ ആണ് മാം? നമ്മുടെ സേഫ്റ്റി പ്രാക്ടീസിലെ സെക്കൻഡ് ചാപ്റ്റർ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. കണ്ടോ ഷീന? നമ്മൾ അതിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് നോക്കിയാലും മതി. ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ആരാണ് പറയുന്നത്? ഷാരിജ. ഓക്കെ, പറഞ്ഞോളൂ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അതൊന്ന് ജസ്റ്റ് ഒരു മുറിവാണ് പറ്റിയതെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഒരു ഡെറ്റോളോ അല്ലെങ്കിൽ ഒരു സാവലോൺ പോലുള്ള സൊല്യൂഷൻ എന്തെങ്കിലും കഴുകി വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളൊരു ബാൻഡേഡോ അല്ലെങ്കിൽ ചെറിയൊരു ഓയിൽമെന്റോ എന്തെങ്കിലും അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒരു ബോക്സിലാക്കി വെച്ചിട്ടാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം സൂക്ഷിക്കേണ്ട ചില പിന്നെ നമ്മള് തമാശക്ക് പറയും, ചില ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കും. അതിനകത്ത് വല്ലതും കാണാറുണ്ടോ? അല്ല, ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, പണ്ടുള്ള കാര്യം പറഞ്ഞത്. ഇപ്പോഴെല്ലാവരും അത് ഫസ്റ്റ് എയ്ഡിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ സൂക്ഷിക്കാറുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ എപ്പോഴാണ് ഒരു അപകടം ഉണ്ടാകുന്നത് എന്നറിയാൻ പറ്റില്ലല്ലോ. പണ്ടത്ര അപകടങ്ങളില്ലായിരുന്നു. ഇതെല്ലാം ഇവിടെ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മലയാളം മീനിങ് കൃത്രിമ ശ്വാസോച്ഛ്വാസം. നമുക്കൊരു അപകടം കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ വൈദ്യുതി മൂലം ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ശ്വാസം കിട്ടാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, പിന്നെ ചെസ്റ്റിൽ ഇങ്ങനെ നല്ലതുപോലെ അമർത്തും. നമ്മൾ ഓരോ പിന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോഴത് എന്തിനൊക്കെ ഉള്ളതാണെന്ന് ഈ ചാപ്റ്ററിൽ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. ഇതിനകത്ത് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ് ആദ്യം പറയുന്നത്. ഓൺ കംപ്ലീഷൻ ഓഫ് ദിസ് ലെസൺ യു ഷാൾ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ക്ലിയർലി. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. റെൻഡർ ഫസ്റ്റ് എയ്ഡ് ടു ദി വിക്ടിം ഇൻ കേസ് ഓഫ് എനി എമർജൻസി. എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സേവ് സംവൺസ് ലൈഫ് ആൻഡ് റെഡ്യൂസ് സഫറിങ്സ്. ഇപ്പോഴും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യമല്ലേ? മനുഷ്യന്റെ ജീവനാണല്ലോ ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഇപ്പോഴും അതിനെ നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ യൂസ് ചെയ്യാം. അറേഞ്ച് മൊബിലൈസേഷൻ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. പെട്ടെന്ന് ഒരാളെ മാറ്റി അവർക്ക് വൈദ്യസഹായം ഏർപ്പെടുത്താം. അസിസ്റ്റ് ഫയർമാൻ. ഫയർമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരുമ്പോഴത്തേക്ക് അവരെയും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു പിന്നെ ടാങ്കർ ലോറി അങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ലയോ?
മാം ഇത് എന്റെ ടെക്സ്റ്റിൽ ഇതില്ല മാം. അത് കുഴപ്പമില്ല, എല്ലാ ചാപ്റ്ററിനകത്തും നമ്മൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ വിഷമിക്കേണ്ട, അതിനോണ്ടാണ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലുള്ള ടെക്സ്റ്റിനകത്തുള്ള പോയിന്റ് ആയിരിക്കത്തില്ല ഇത്. അതുകൊണ്ട് സ്ക്രീൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക, ഞാൻ പറയുന്ന പോയിന്റ്സ് എഴുതിയെടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ കേൾക്കുന്നില്ലയോ? ആർക്കാ കേൾക്കാത്തത്? കേൾക്കാൻ പറ്റാനായിട്ട് ഇവിടെ കട്ടായി. കേൾക്കാമോ? കേൾക്കുന്നുണ്ട് മാം, എനിക്ക് ഓക്കെ. ഇവിടെ ആർക്കാ കേൾക്കാത്തതെന്ന് പറഞ്ഞത്? ഹലോ, ആർക്കാണ് കേൾക്കാത്തത്? ആരും ഇല്ലയോ? നെക്സ്റ്റ് പോയിന്റ്. ഇനി കേൾക്കുന്നില്ലെങ്കിൽ പറയണം കേട്ടോ, ആരായാലും പേര് പറഞ്ഞ് പറയണം. സ്റ്റേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷന്റെ പ്രാധാന്യം എന്താണെന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഒക്കേഷൻസ് വെൻ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ബിക്കംസ് എ നെസസിറ്റി. ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആവശ്യമായി വരുന്ന ഓരോ സാഹചര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അത് പിക്ചർ സഹിതമാണ് ടെക്സ്റ്റിനകത്തുള്ളത്. ഓരോ സിറ്റുവേഷനിലും എങ്ങനെയൊക്കെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് കുറിച്ച്. നെക്സ്റ്റ്, ലിസ്റ്റ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. പല പല മെത്തേഡ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ദി ആക്ഷൻ ടു ബി ടേക്കൺ ടു ട്രീറ്റ് എ വിക്ടിം വിത്ത് കാർഡിയാക് അറസ്റ്റ്. ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കും. ഇപ്പൊ നമുക്ക് അങ്ങനെ ഇതെല്ലാം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഒരു അപകടം ആർക്കെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ളവർക്കുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിനുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയോ ചെയ്ത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് അറിയാമെങ്കിൽ നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഫസ്റ്റ് എയ്ഡ് കൊടുത്തത് മൂലം എത്രയോ പേരുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ലാസ്റ്റ് വൺ, സ്റ്റേറ്റ് ദി ഇമ്പോർട്ടന്റ് ആക്ഷൻ ടു ബി ടേക്കൺ വെൻ എ പേഷ്യന്റ് റിക്കവേഴ്സ് ആഫ്റ്റർ അണ്ടർഗോയിങ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഇവിടെ നമ്മൾ കൃത്രിമമായിട്ട് ഈ ശ്വാസോച്ഛ്വാസം നൽകുന്നതിലൂടെ ഒരു പേഷ്യന്റിനെ റിക്കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏതെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ പേഷ്യന്റിനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. നിങ്ങൾ ഫിലിംസിൽ കണ്ടിട്ടില്ലേ, ഓരോരുത്തർക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവരെ പെട്ടെന്ന് അവരെ റിക്കവർ ചെയ്യാനായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെസ്റ്റിൽ തന്നെ കണ്ടിട്ടില്ല? നമ്മളെ ഈ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ പേഷ്യന്റിന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പേഷ്യന്റ് മരിച്ചു പോകും. നിങ്ങൾക്കിപ്പം ഫസ്റ്റ് എയ്ഡിന്റെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന്റെ പ്രാധാന്യം മനസ്സിലായോ എല്ലാവർക്കും? അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കുക. ഓക്കെ. ഓക്കെ മാം. First one, introduction. In case of an accident or an emergency, person may get injury. ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് മുറിവ് പറ്റാറുണ്ട്. The transfer of the casualty to the hospital will take some time, and similarly medical help will also take some time to reach the spot. ഇപ്പൊ അപകടം സംഭവിച്ച ഉടനെ തന്നെ നമുക്ക് ആ ആളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ചില സാഹചര്യങ്ങളിൽ പറ്റില്ല. ചിലപ്പോൾ കറക്റ്റ് നമുക്ക് ആംബുലൻസ് സമയത്ത് വരാതിരിക്കും, അല്ലെങ്കിൽ ആ ആളെ ഇപ്പൊ ഒരു ബസ്സിൽ തന്നെയാണ് ബസ്സിന്റെ ഒരു ആക്സിഡന്റ് നടന്നാൽ തന്നെ പെട്ടെന്ന് ആൾക്കാരെ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയില്ല. അപ്പോഴും മറ്റുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് അതിൽ ഓരോരുത്തരെയും രക്ഷപ്പെടുത്താനേ പറ്റൂ. അപ്പോഴത്തേക്ക് ടൈം എടുക്കും. അത് മാത്രമല്ല ആംബുലൻസ് വരണം, അവരെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യിക്കണം, ഒരുപാട് താമസം വരും. അങ്ങനെ താമസം വരുന്നത് മൂലം ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുമെന്ന് ഇതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്.
Delay may cause risk of life, suffering and worsening the victim situation. താമസിക്കും തോറും ഓരോരുത്തരുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അവരെ ഏറ്റവും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കും തോറും അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ പറ്റും. നമ്മൾ താമസിക്കും തോറും ആളുകൾ പെട്ടെന്ന് മരിച്ചുകൊണ്ടേയിരിക്കും. ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും ഇഞ്ചുറി ഉണ്ടായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് തലയ്ക്ക് മുറിവേറ്റവർ പെട്ടെന്ന് അവർ ബോധം കെട്ടു പോകാനും പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ടൈമിങ്ങിൽ തന്നെ പെട്ടെന്ന്, ഇപ്പൊ നമ്മൾ അറിയുന്നില്ലല്ലോ ഒരു ആക്സിഡന്റ് പറ്റുമെന്ന് നമുക്ക് പെട്ടെന്ന് മുൻകൂട്ടി പറയാൻ ഒക്കുമോ? എങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഇത് കൃത്യമായിട്ട് എപ്പോഴും അപകടം നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയും. ഒരുപാട് ഡിലേ വരുമ്പോഴത്തേക്ക് ജീവനും വളരെയധികം അപകടം ഉണ്ടാകുന്നു. അപകടം ഉണ്ടാകുന്ന വെച്ചാൽ പേഷ്യന്റ് മരിച്ചു പോകും. The assistance provided during this situation is referred to as first aid. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളത്. It has certain norms, methods, aims and principles. In this lesson we will learn about first aid. അപ്പോൾ ഇതിന് കുറെ മെത്തേഡ്സും എയിംസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഒരു കൈ മുറിഞ്ഞ ഓടിപ്പോയി ഒരു തുണിയെടുത്ത് ചുറ്റുന്നതല്ല ഫസ്റ്റ് എയ്ഡ്. അപ്പോഴും ഇതിന് കുറച്ച് എയിംസും മെത്തേഡ്സും പ്രിൻസിപ്പിൾസും ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ലെസണിൽ ആദ്യം പഠിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ഓൺ ചെയ്ത് വെച്ചിട്ട് പോയോ? ആരുടെയും സൗണ്ട് ഇല്ല. ഇനി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഇറ്റ്സ് എയിം. ഇനി ഫസ്റ്റ് എയ്ഡും അതിന്റെ എയിമിനെ കുറിച്ചുമാണ് ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത്. കാണാമല്ലോ എല്ലാവർക്കും? അതുപോലെ പോയിന്റ്സ് എഴുതി വെക്കണേ. First aid can be defined as immediate actions that occurs before medical help is obtained. First aid ന്റെ definition ഇപ്പൊ ഞാൻ പറഞ്ഞത്. First aid can be defined as immediate actions that occurs before medical help is obtained. ഒരു മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നതിന് മുൻപ് കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ആണ് എന്ത്? ഫസ്റ്റ് എയ്ഡ്. First aid can be defined as immediate actions that occurs before medical help is obtained. First aid is an activity of limited care for an illness or injury which is provided by the non-medical person to a sick or injured patient until definite medical treatment can be accessed. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഓഫ് ലിമിറ്റഡ് കെയർ ഓഫ് ഇൽനെസ് ഓർ ഇഞ്ചുറി എന്ന് വെച്ചാൽ നമ്മൾ ആൾക്ക് ഒരു അപകടം സംഭവിച്ചു, അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്കൊരു ആശ്വാസം കിട്ടാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത്. അതിന്റെ ഓരോ പേഴ്സണും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഓരോ തരത്തിലാണ്. നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നതിന് മുൻപേ, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പേ നമ്മൾ ആ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ പേഷ്യന്റിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും. വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദി നോൺ മെഡിക്കൽ പേഴ്സൺ. ഇപ്പം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് ഇപ്പം ഡോക്ടേഴ്സ് തന്നെ കൊടുക്കണമെന്നില്ല. ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിയാവുന്ന ഒരാൾക്കൊരു നോൺ മെഡിക്കൽ പേഴ്സണും കൊടുക്കാൻ കഴിയും. ടു എ സിക്ക് ഓർ ഇൻജേർഡ് പേഷ്യന്റ് അൺടിൽ ഡെഫിനിറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ക്യാൻ ബി ആക്സസ്ഡ്. ഒരു പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കെയർ കിട്ടുന്നതിന് മുമ്പ് ഒരു നോൺ മെഡിക്കൽ പേഴ്സണ് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡ്. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡിന്റെ ഡെഫിനിഷൻ എന്താണ് ഷാരിജ? മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നതിന് മുമ്പ് ഒരു അപകടം പറ്റിയ ഒരു പേഷ്യന്റിന് നാട്ടിൽ ആ സ്പോട്ടിൽ അവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് ചികിത്സയാണ് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, സാബിറക്ക് എന്ന് പറയാൻ പറ്റുമോ? മാം ഇപ്പൊ എന്നോട് ചോദിക്കല്ലേ മാം, ഞാൻ ആകെ എനിക്ക് ആ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല. അത് തന്നെയല്ല, എനിക്ക് കറക്റ്റ് അതിന്റെ ഒപ്പം തന്നെ എഴുതി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മാം. അപ്പോഴേ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പം ഡെഫിനിഷൻ എന്ന് പറയുമ്പോ അത് ആ ഒരു സെന്റൻസിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല സാബിറ. നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ദാറ്റ് റിക്വയർസ് ബിഫോർ മെഡിക്കൽ ഹെൽപ്പ്.
അത്രയും മതി. ആ ഇത് ഈ ആ സെന്റൻസ് ആയിട്ട് എഴുതുമ്പോഴാ കൂടുതൽ ടൈം എടുക്കുന്ന സാബിറയ്ക്ക് ടെൻഷൻ കൂടുന്നത്. ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ടെൻഷൻ വേണ്ട, ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ടെൻഷൻ വേണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ടെൻഷൻ അടിച്ചാൽ പഠിക്കാൻ പറ്റത്തില്ല, അതാണ്. മറന്നു പോകും പെട്ടെന്ന്. ഞാൻ 2 ക്ലാസ് ഒന്ന് കഴിയട്ടെ, 2-3 ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ടെക്സ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങക്ക് ടെക്സ്റ്റും കിട്ടിയിട്ടില്ല, അപ്പൊ അതിന്റെ ഒക്കെ ഒരു അപ്പൊ അതുകൊണ്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാ മതി. ആ ആ സൗന്ദര്യക്ക് ഒന്ന് പറയാൻ പറ്റുമോ? യെസ് മാം. ഫസ്റ്റ് എയ്ഡ് വന്നിട്ട് ആ ആക്സിഡന്റ് നടന്ന സംഭവത്തിൽ ആ ഒരു ബേസിക് ട്രീറ്റ്മെന്റ് മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്ന മുമ്പ്, പ്രോപ്പർ മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്ന മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇനി ആരാ പറയുന്നത്? മുബഷീറ ഉണ്ടോ? മുബഷീറ എന്റെ ക്ലാസ്സിൽ നേരത്തെ വന്നിട്ടുണ്ടോ? മുബഷീറ ഉണ്ടോ ക്ലാസ്സിൽ? ഒരു തവണ വന്നിട്ട് ഒരു തവണ വന്നിട്ടുണ്ട്. മുബഷീറയ്ക്ക് എന്താ മനസ്സിലായ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്? ഞാനിപ്പോ പുറത്തായതുകൊണ്ട് എന്താ? എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ തിരക്കിലായിരുന്നു. ഓ ഓ ഓ ഫസ്റ്റ് എയ്ഡ് അല്ലേ? അതെ അതെ ഹലോ, അതെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് നമ്മളിപ്പോ ഒരു അപകടം സംഭവിച്ചാൽ നമ്മൾക്ക് അറിയുന്ന പോലെ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, ഏത് അവസ്ഥയിലാണോ ആ രോഗി ഉള്ളത് അതിന് സംബന്ധിച്ചമായ രീതി നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പല രീതികളുണ്ടല്ലോ ഫസ്റ്റ് എയ്ഡില്, അതെ. ഓരോരോ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോഴേ ഈ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ മുബഷീറ. ഈ ഡെഫിനിഷൻ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഇപ്പൊ എക്സാമിന് ഡിഫൈൻ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയിന്റ് തന്നെ എഴുതി വെക്കണം. ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ദാറ്റ് റിക്വയർസ് ബിഫോർ മെഡിക്കൽ ഹെൽപ്പ് ഈസ് ഒബ്റ്റൈൻഡ്. ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നതിന് മുൻപ് കിട്ടുന്ന ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ആണ് ഫസ്റ്റ് എയ്ഡ്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. സാബിറ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത ടെൻഷൻ. എന്താ മുബഷീറ? എക്സാം കഴിഞ്ഞു. ഓക്കെ. ഇനിയിപ്പോ അടുത്ത അത് വീഡിയോ ആഡിയോ ഓഫ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് ഇനി പറയുന്നത് എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആർ ആസ് അണ്ടർ. ഈ ഫസ്റ്റ് എയ്ഡിന്റെ എയിംസ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ടു പ്രിസർവ് ലൈഫ്. സെക്കൻഡ് വൺ, ടു പ്രൊമോട്ട് റിക്കവറി. തേർഡ് വൺ, ടു പ്രിവെന്റ് വർസണിംഗ് ഓഫ് ദി കാഷ്വാലിറ്റി കണ്ടീഷൻ. ഫോർത്ത് വൺ, ടു അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ. ഈ 4 എയിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും ഫസ്റ്റ് എയ്ഡിന്റെ 4 എയിംസ് അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ടു പ്രിസർവ് ലൈഫ്. ടു പ്രിസർവ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവനെ സംരക്ഷിക്കുക, പ്രിസർവ് ചെയ്യുകയാണ്. ടു പ്രൊമോട്ട് റിക്കവറി. ഒരാൾക്ക് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ, എന്നുവെച്ചാൽ ആ അപകടത്തിൽ നിന്ന് അവർ പെട്ടെന്ന് പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു വരാനായിട്ട് നോക്കണം. ടു പ്രിവെന്റ് വർസണിംഗ് ഓഫ് കാഷ്വാലിറ്റി കണ്ടീഷൻ. മറ്റേ അത്യാഹിത വിഭാഗത്തിലോട്ട് ആവുന്ന സിറ്റുവേഷൻ വരരുത്. ഇപ്പൊ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ ആള് അങ്ങ് വെന്റിലേറ്ററിലോ പിന്നെ ICUലോ വരുന്ന സിറ്റുവേഷൻ ആക്കാതെ അവരെ രക്ഷിച്ചെടുക്കണം. ടു അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ആളുകൾക്ക് അപകടം വന്ന ആളുകളെ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ ഇപ്പൊ അതിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് പേര് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പേടിയാണ്. കൃത്യമായിട്ട് ഒരു അപകടം നടന്ന കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പണ്ട് കൊല്ലത്തൊരു സംഭവം നടന്നായിരുന്നു. ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂടെ ബൈക്കിൽ പോയപ്പോൾ KSRTC ബസ് ഇടിച്ചാണ്. ആ കുട്ടികൾ അവിടെ ഏകദേശം ഒരു 2 മണിക്കൂറോളം റോഡിൽ തന്നെ കിടന്നു. എന്നുവെച്ചാൽ 20ഓ 21ഓ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവർ എത്ര കാലം ജീവിച്ചിരിക്കേണ്ടവരാണ്. ആ ഓൺ ദ ടൈമിൽ തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ അവരിപ്പോഴും ജീവിച്ചിരുന്നേനെ. ഇപ്പൊ നമ്മളൊരു അപകടം കണ്ടു കഴിഞ്ഞാൽ, ഒരു അപകടം നടക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. സാധാരണ എല്ലാ മനുഷ്യരുടെ ജീവനും വിലയുണ്ടല്ലോ. ടു അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ. ചിലപ്പോൾ ആംബുലൻസ് വിളിച്ചു വരാൻ താമസിച്ചു കഴിഞ്ഞാലും പേഷ്യന്റിന്റെ ജീവൻ അപകടത്തിലാണ്.
അപ്പോൾ ഈ 4 പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? ടു പ്രിസർവ് ലൈഫ്, ടു പ്രൊമോട്ട് റിക്കവറി, ടു പ്രിവെന്റ് വർസണിങ് ഓഫ് ദി കാഷ്വാലിറ്റി കണ്ടീഷൻ. വർസണിങ് എന്ന് പറഞ്ഞാൽ മോശമാവുക, കാഷ്വാലിറ്റി കണ്ടീഷൻ മോശമാവെന്ന് പറഞ്ഞാൽ പേഷ്യന്റ് മരിച്ചു, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കരുത്. ടു അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ഇവിടെ ആംബുലൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്ന് പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഇത് ഓരോ പോയിന്റ് ആയിട്ട് ജസ്റ്റ് എഴുതിയേക്കും. ടു പ്രിസർവ് ലൈഫ്, ടു പ്രൊമോട്ട് റിക്കവറി, ടു പ്രിവെന്റ് വർസണിങ് ഓഫ് ദി കാഷ്വാലിറ്റി കണ്ടീഷൻ, ടു അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ. പഠിച്ചു കഴിഞ്ഞു. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോഴേ രഞ്ജു ക്ലാസ്സിലില്ലയോ? രഞ്ജു, അപ്പോഴാ 4 പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് എയ്ഡ്. Okay, ma'am. To preserve life, to promote recovery, to prevent worsening of the casualty condition, to arrange transportation. ഈ 4 പോയിന്റ്സ് നമ്മൾ കൃത്യമായിട്ട്, എന്ന് വെച്ചാൽ എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ്, എക്സാമിനൊക്കെ മസ്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പോയിന്റ്സ് എഴുതുന്നുണ്ടല്ലോ എല്ലാവരും? Yes, ma'am. മ്യൂട്ട് ചെയ്തോളൂ. ഇവിടെ കുറച്ച് കാര്യം. ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് മേ ബി അണ്ടർസ്റ്റുഡ് ആസ് അണ്ടർ. ഫസ്റ്റ് എയ്ഡിന്റെ ABC എന്ന് പറയുന്നുണ്ട്. ABC എന്ന് പറയുമ്പോൾ എയുടെ ഒരു A സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്നും, B സ്റ്റാൻഡ്സ് ഫോർ, C സ്റ്റാൻഡ്സ് ഫോർ, അങ്ങനെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. A സ്റ്റാൻഡ്സ് ഫോർ എയർവേ, B ഫോർ breathing and C for circulation. The sequence of examining the casualty. ഒരാൾക്ക് ഒരു അപകടം, ഒരു കാഷ്വാലിറ്റി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒന്ന് എയർവേ, ബി ബ്രീത്തനിങ്, സി സർക്കുലേഷൻ. അപ്പോഴും ഒരു പേഷ്യന്റ് ഇപ്പം മോസ്റ്റ് വർസണിങ് സ്റ്റേജിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന അവരുടെ ബ്രീത്തിങ് സിറ്റുവേഷൻ, ശ്വാസം ഉണ്ടോ. പിന്നെ നമ്മുടെ കൈ പിടിച്ച് ഡോക്ടേഴ്സ് കണ്ടിട്ടില്ല, നമ്മുടെ കൈ പിടിച്ചിങ്ങനെ നോക്കുന്നതൊക്കെ കണ്ടില്ല, പൾസ് ഉണ്ടോ, കാര്യങ്ങൾ ജീവനുണ്ടോ, അല്ലെങ്കിൽ പിന്നെ പേഷ്യന്റിന്റെ സിറ്റുവേഷൻ മോശമാണോ എന്നൊക്കെ അറിയുന്നത് നമ്മുടെ ഡോക്ടേഴ്സ് പൾസ് പിടിച്ച് നോക്കുമ്പോഴാണ്. ഈ ABC എന്ന് പറയുന്ന 3 പിന്നെ കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? A ഫോർ എയർവേ, B ഫോർ ബ്രീത്തനിങ്, C ഫോർ സർക്കുലേഷൻ. 3 പോയിന്റ്സ് ഉണ്ട്. അത് കൂടാതെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി പൊസിഷൻ ആണ്. പിക്ചർ ഒന്ന് നോക്കി എല്ലാവരും. This position prevents the tongue from blocking the throat and reduces the risk of casualty aspirating. ഫസ്റ്റ് ഈ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. The position prevents the tongue form of blocking the throat and reduces the risk of casualty. ഈ പേഷ്യന്റിന് അപകടം സംഭവിച്ചിങ്ങനെ ചരിഞ്ഞു കിടക്കും. അപ്പോൾ അവർക്ക് പിന്നെ സംസാരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ചെയ്യണം? Kneel at the side of casualty at the level of the chest. Make the casualty to lie down supine. Make sure that casualty is breathing well. ആ അപകടം സംഭവിച്ച ആളെ നമ്മൾ ചരിച്ചിങ്ങനെ ആ പിക്ചറിൽ കാണിച്ചതുപോലെ കിടത്തുക. എന്നിട്ടോ മേക്ക് ദ കാഷ്വാലിറ്റി ലൈ ഡൗൺ സുപ്പെയിൻ എന്ന് വെച്ചാൽ ആ പേഷ്യന്റിനെ നിവർത്തി കിടത്താനായിട്ട്, നമ്മളിപ്പോ പേഷ്യന്റിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ കാലോ കയ്യോ എന്തെങ്കിലും ഒടിഞ്ഞിട്ടുണ്ട്, നമ്മൾ പോയി കാലോ കയ്യോ ഒക്കെ പിടിച്ചു വെച്ചാൽ ചിലപ്പം കാഷ്വാലിറ്റിയുടെ അളവ് കൂടും. ഇപ്പൊ നമ്മൾ വളരെയധികം കെയറിൽ മാത്രമേ ആ പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യാവൂ. പിന്നീടോ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അവർക്ക് ശ്വാസം ഉണ്ടോ, അവർക്ക് ശ്വസിക്കാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലീസ് കാഷ്വാലിറ്റീസ് ഹാൻഡ് നിയറസ്റ്റ് ടു യു അറ്റ് ദി റൈറ്റ് ആംഗിൾ ഓഫ് ഹിസ് ബോഡി. ബ്രിങ് അതർ ആം അക്രോസ് ദി ചെസ്റ്റ് എഗൻസ്റ്റ് കാഷ്വാലിറ്റീസ് നെക്ക് ടുവേഴ്സ് യു. ഇപ്പോഴും അവരുടെ പിന്നെ കൈകൾ നമ്മൾ പിടിച്ച് കൃത്യമായിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ നമ്മുടെ റൈറ്റ് ആംഗിൾ ഓഫ് ഹിസ് ബോഡി ആയ അവരുടെ റൈറ്റ് ആംഗിളിലേക്ക് പിടിച്ച് നോക്കണം, ചലിക്കുന്നുണ്ടോന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ഡോക്ടേഴ്സ് നമ്മുടെ കൈകളും കാലുകളും ചലിപ്പിക്കാൻ പറയുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ ഉയർത്താൻ പറയും.
നമ്മൾ കൈകൾ ലെവലായിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് കൈകൾക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പിന്നെ കാലുകൾ നീട്ടാൻ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയുടെ ബാക്ക് പരിശോധിക്കും. ഒരു ആക്സിഡന്റ് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സ്ഥലമാണ് തലയുടെ ബാക്ക് ഭാഗം. അത് അപകടം തല പോയി ഇടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൈ ലെവലായിട്ട് കൈ നീട്ടി പിടിക്കാൻ പറയും. എന്നുവെച്ചാൽ ലെവലായിട്ട് നീട്ടി, എന്തെങ്കിലും ഒരു ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാൾക്ക് കറക്റ്റ് ടൈമിങ്ങിൽ കൈ നീട്ടി പിടിക്കാൻ ഒക്കത്തില്ല. നിങ്ങളുടെ കൈ തന്നെ നീട്ടി പിടിച്ച് നിവർത്തി വയ്ക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാ. പക്ഷെ നമുക്കൊരു കാഷ്വാലിറ്റി ടൈം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ടൈമിൽ കൈകൾ നിവർത്തി പിടിക്കാനൊന്നും കഴിയില്ല. ഈ പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ പിക്ചറും ഓരോ ടൈപ്പ് ഫസ്റ്റ് എയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ടൈം തീരാറായി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ എന്ന് വായിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഇറ്റ്സ് എയിം വേണം. പിന്നെ എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് വേണം. പിന്നെ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ പോയിന്റ്സ് എഴുതി വെക്കുന്നുണ്ട്. പിന്നെ വെറുതെ സമയം കളയാതെ ഓരോ പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചെലവാക്കിയാൽ മതി. നിങ്ങൾ ഓക്കെ ആവും. അത് ക്ലാസ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ആ സാധനങ്ങളുണ്ട്. പിന്നീട് പല പല ടെൻഷനുകളും കുടുംബകാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങളത് മറന്നുപോകും. അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് പിന്നെ എഴുന്നേറ്റ് പോവുക. ഇപ്പൊ നിങ്ങൾക്ക് പോയിന്റ്സും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, എല്ലാവരും പോയോ? അത് ഉറക്കം വരുന്നോ? ഇപ്പോഴും ഇത് എന്തെങ്കിലും സംശയം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ കൃത്യമായിട്ട് നമ്മുടെ പോർഷൻസ് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വരിക. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. Good night, ma'am. താങ്ക് യു, താങ്ക് യു. ഇതുവരെയ്ക്കും കറണ്ട് വന്നില്ല കേട്ടോ. താങ്ക് യു.